ജോൺ ഗിരി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു പരാതിയുമായി ബന്ധപ്പെട്ട് പോരൂക്കരയിൽ നടന്ന ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇവിടെ കീർത്തി മൈനാഗപ്പള്ളിയിലുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്യാസ് ഏജൻസി, കീർത്തി എന്നാണ് അതിൻ്റെ പേര്, അവിടെ നിന്നാണ് ഈ മേഖലയിൽ ഒട്ടുമിക്ക വീടുകൾക്കും പോരൂക്കര വാർഡിൽ ഗ്യാസ് കണക്ഷനുള്ളത്. ഇവിടെ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ജയൻ, അയാളെ വിളിക്കുന്ന ജയചന്ദ്രൻ എന്നാണ്. ഇടപ്പള്ളിക്കോട്ടേക്ക് കിഴക്കുവശമാണ് അയാൾ താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ 2 കുറ്റികളുള്ള വീടുകളിൽ വന്നിട്ട് ഗ്യാസ് നാളെ തരാം, കുറ്റി ഇപ്പോൾ ഇഞ്ഞതാണെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ ഇവിടെ ഏതാണ്ട് 6-7ഓളം വീടുകളിൽ നിന്നും ഇത്തരത്തിൽ കുറ്റി എടുത്തുകൊണ്ട് പോവുകയും എന്നാൽ നാളിതുവരെയായി കുറ്റി തിരിച്ചു തരികയും ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളുണ്ട്. അപ്പോൾ ഏതാണ്ട് 3 മാസമായിട്ട് ഈ വീട്ടുകാരെല്ലാവരും ഇദ്ദേഹം ഗ്യാസ് കുറ്റി തിരികെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഫോൺ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കാറില്ല. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാത്തതുകൊണ്ട് നിരവധിയായ ആക്ഷേപങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നു വന്നതുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയുണ്ട്. പരാതി കൊടുക്കാനായി ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 71ഓളം പേരെ ഇത്തരത്തിൽ ഇദ്ദേഹം പറ്റിച്ചു എന്നാണ്. അതായത് ഈ കീർത്തി ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ജയൻ എന്ന് പറയുന്നയാള് 71 പേരെ പറ്റിച്ചതായിട്ടുള്ള പരാതി ചവറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചവറ പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നൊക്കെയുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു കൃത്യമായ മറുപടിയോ കാര്യങ്ങളോ, ഏതാണ്ട് 71ഓളം വീട്ടുകാരെ അവിടെ പറ്റിച്ചു, ഇവിടെ ഏതാണ്ട് 6-7 വീട്ടുകാരെ പറ്റിച്ചു. ഇത്തരത്തിൽ വ്യാപകമായി ഉത്തരവാദിത്തപ്പെട്ട കീർത്തി ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ള എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചവറ പോലീസ് നടപടിയെടുക്കുന്നില്ലെങ്കിൽ കമ്മീഷനടക്കം ഉയർന്ന പോലീസ് അധികാരികളിലേക്ക് പരാതിയുമായി മുമ്പോട്ട് പോകാനാണ് ഇതിനെ തട്ടിപ്പിനിരയായവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പോലീസ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ 71 പേരുടെ പരാതിയോടെ ഉൾപ്പെടെ നമ്മുടെ ഈ പോരൂക്കര വാർഡിൽ നിന്നും നഷ്ടപ്പെട്ട കുറ്റികളും അദ്ദേഹത്തിന് ജയൻ എന്ന് പറയുന്ന ഗ്യാസ് ഏജൻസിയുടെ സ്റ്റാഫിൽ നിന്നും തിരികെ പിടിച്ചു തരണമെന്നുള്ളതാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കാനുള്ള ആക്ഷേപം. ഇതിന് അടിയന്തരമായി ചവറ സ്റ്റേഷനിൽ പരാതി അടക്കം കൊടുത്തിട്ടുണ്ട്. ഇതിന് അവർ പരിഹാരം കാണുന്നില്ലെങ്കിൽ മേൽഘടകങ്ങളിലോട്ട് നമ്മൾ പരാതിയായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അടിയന്തരമായി ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ന്യൂസിലൂടെ ആവശ്യപ്പെടുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് 3 മാസമായി ഗ്യാസ് കുറ്റി കൊണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് 1025 രൂപയും കൊണ്ടുപോയി. പിറ്റേ ശനിയാഴ്ച തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നില്ല. നമ്മൾ വിളിക്കുമ്പം അതാ വരുന്നു, സന്ധ്യയ്ക്ക് മുമ്പേ കൊണ്ട് തരാം. അന്നേരം നമ്മൾ കാത്തിരിക്കും, അന്നേരവും വരത്തില്ല. പിന്നെ നമ്മൾ മുറയ്ക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ മോടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ ഫോൺ വരുന്നു, ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുതരാം. ഞാൻ വണ്ടിക്കൂലിയും ചിലവാക്കി ഇവിടെ വന്നിരിക്കുക, ഗ്യാസ് കുറ്റി വന്നില്ല. പിന്നെ ഒരു ദിവസം വിളിക്കുന്ന സന്ധ്യയ്ക്ക് മുമ്പേ കൊണ്ടുതരാം, എന്നിട്ടും വന്നില്ല. പിന്നെ ഇതുവരെയും ഗ്യാസ് കുറ്റി കൊണ്ട് തന്നിട്ടില്ല. പിന്നെ ഇന്നൊരു പരാതി കൊടുത്ത് സ്റ്റേഷനിൽ. അന്നേരം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 65ഓളം അല്ല 75ഓളം പരാതികൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഏപ്രിൽ മാസത്തിലാണ് കുറ്റി എടുത്തുകൊണ്ട് പോയത്. ഞങ്ങളുടെ ഈ വാക്കിലുള്ള പോരൂക്കര വാർഡിൽ നിന്ന് ഞങ്ങളുടെ 3-4 വീട്ടിൽ നിന്ന് കുറ്റി കൊണ്ടുപോയത്. എല്ലാം 2 ദിവസത്തേക്കുള്ളിൽ കൊണ്ടുവരാമെന്നുള്ള ഉറപ്പോട് കൊണ്ടുപോയതാണ്. അതിൽ പൈസ വാങ്ങിച്ചോട്ട് പോയവരേ ഉണ്ട്. ഇത്രയും ദിവസമായിട്ട് ഇപ്പം 3 മാസത്തോളമായിട്ട് ഈ കുറ്റി വിളിച്ചാൽ ഒരു അറിവോ ഒന്നുമില്ല. ഞങ്ങൾ മൈനാപ്പള്ളി പോയി അതിൻ്റെ അപേക്ഷ കൊടുത്തപ്പോൾ അവർ പറയുന്നത് അവർ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവനെ വിളിപ്പിച്ചപ്പോൾ ഇവന് ഓർമ്മയില്ലെന്നുള്ള ഇപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് പോലീസുകാർ വിളിപ്പിച്ചപ്പോൾ അവനൊന്നും ഓർമ്മയില്ല, സ്റ്റോക്ക് വന്ന് എന്നൊക്കെയുള്ള മറുപടി ഇയാൾക്ക് കൊടുത്തേന്ന് പറഞ്ഞു. പക്ഷെ അവനൊരു കുഴപ്പവുമില്ല. അവന് ഗ്യാസ് എടുത്തുകൊണ്ട് ഈ 10-70 കുറ്റി കൊണ്ടുപോയി ഇവൻ എന്താ ചെയ്തെന്നുള്ളത് പോലീസുകാർ നല്ലതുപോലെ വിളിച്ച് അവനെ തിരക്കി ആ കാര്യം അറിയാൻ പറ്റും. കാരണം ഇവൻ ഒളിച്ച് കളിക്കുക ആളുകൾ ചെല്ലുമ്പോൾ, അവരെ വീട്ടിൽ തിരക്കി ചെല്ലുമ്പോൾ. ഞാനിവിടെ അടുത്തുനിന്ന് ഒരാൾ പോയി അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് കുറ്റി തന്നില്ല, ഞാനിവിടെ കയറി ചാകുമെന്ന് പറഞ്ഞത് കൊണ്ട് അവന് കുറ്റി എത്രയും പെട്ടെന്ന് അത് കൊടുത്തു വിട്ട്. അപ്പോൾ അവന് ഓർമ്മക്കുറവുണ്ടായിട്ടാണോ അത് സംഭവിച്ചത്? അവന് ഓർമ്മക്കേടും ഇല്ല, അസുഖവും ഇല്ല. അവൻ ഈ കുറ്റി കൊണ്ടുപോയി ഇത്രയും കുറ്റി കൊണ്ടുപോയി എന്ത് ചെയ്തെന്നുള്ളത് അത് ഞങ്ങൾക്ക് അറിയണം. ഞങ്ങളുടെ കുറ്റികൾ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയെങ്കിലേ പറ്റും. കാരണം ഒരു ബുക്കിന് 2 കുറ്റിയേ ഉള്ളൂ. ആ ഓരോ കുറ്റിയാണ് എല്ലാവരുടെയും എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഈ ഒരു കുറ്റി തീർന്ന് കാലിയായി ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒരു കുറ്റി നിറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ആ കുറ്റി തന്നെ കൊണ്ടുപോയി നിറയ്ക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമസ്ഥിതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുറ്റി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ള നടപടികൾ
സ്റ്റേഷനിൽ നിന്നായാലും പോലീസ് ആരായാലും അത് ഞങ്ങൾക്ക് ചെയ്തു തരണം. സ്റ്റേഷനിൽ നിന്ന് അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് തരണം. ഇതുവരെയും കൊണ്ട് തന്നിട്ടില്ല. വിളിക്കുമ്പോഴെല്ലാം കൊണ്ടുവരാമെന്ന് പറയുന്നതെല്ലാം ഇതുവരെയും കൊണ്ട് തന്നിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ട് ഞങ്ങളെ കുറ്റി വാങ്ങിച്ചു തരിക. ഈ കുറ്റികൾ എടുത്തുകൊണ്ട് പോയിട്ടും 71ഓളം പരാതികൾ സ്റ്റേഷനിൽ തന്നിട്ടും ഞങ്ങളുടേതടക്കം ഇപ്പോൾ 72ഓളം പരാതികൾ. ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും ഈ പറയുന്ന ജയൻ എന്ന് പറയുന്നയാൾ ഓർമ്മയില്ലെന്നും രോഗിയാണെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പരാതികൾ താഴ്ത്തി വെച്ചിരിക്കുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തണം. ചവറ സ്റ്റേഷനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകാനാണ് ഈ പരാതിക്കാരുടെ പക്ഷം. അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ വാർത്തയിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്.